ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ദേവസ്വം ബോർഡിന്റെ 108/2024 കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ഏകദേശം 4ഓളം ചോദ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബാക്കി ഒരു 6 ചോദ്യം കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ആ എക്സാം നോക്കണം. ക്ലർക്ക് എക്സാം ആയിരുന്നു മലബാർ ദേവസ്വത്തിന്റെ. അപ്പോൾ ആ എക്സാമിന്റെ ബാക്കിയുള്ള ഒരു 6 ചോദ്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കാം. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് എൻ്റെ ഔട്ട്ലൈൻ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ബാക്കി നമ്മൾ ടോപ്പിക് ബേസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഞാൻ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, അടുത്ത ചോദ്യം നമ്മൾ ആ 108 നമ്മൾ ഏകദേശം 4ഓളം ചോദ്യം ചെയ്തു. ഇനി ബാക്കി 5ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണിത്? ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത പറയുന്നത്, ഇവിടുത്തെ പാർവതിയുടെ നട എന്ന് വെച്ചാൽ പാർവതി ഇരിക്കുന്ന നട കൊല്ലത്തിലെ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കുള്ളൂ. എന്നുവെച്ചാൽ ഒരു വർഷം 12 ദിവസം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തുറക്കുള്ളൂ. അത് എവിടെയാണെന്നാണ് ചോദ്യം. എന്നുവെച്ചാൽ ക്ഷേത്രം 12 ദിവസമേ തുറക്കൂ എന്നല്ല, ആ പാർവതിയുടെ നട എത്ര ദിവസമേ തുറക്കുകയുള്ളൂ? 12 ദിവസമേ തുറക്കുകയുള്ളൂ. ആ ക്ഷേത്രം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. തിരുവൈരാണിക്കുളം ക്ഷേത്രം, വള്ളിക്കാവുണ്ട്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമുണ്ട്, ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രമുണ്ട്. ഓക്കെ ആണല്ലോ? അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇതിന്റെ ആൻസർ ഞാൻ ആദ്യമേ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഞാൻ അതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ഒരു യൂട്യൂബ് ക്ലാസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ നോർമൽ പറഞ്ഞതിന്റെ കൂടെ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് ചോദിച്ച ചോദ്യം, ആൾറെഡി ചോദിച്ച ചോദ്യമാണ്. എന്താ പറയുന്നത്, ഇതിന് മുമ്പും പല എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. എന്നുവെച്ചാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മഹാദേവ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? മഹാദേവ ക്ഷേത്രമാണ്. പക്ഷേ ഇവിടെ മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കും ലഭിക്കുന്നുണ്ട്? പാർവതി ദേവിക്കും ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഉപദേവതയായിട്ടാണ് ആരുള്ളത്? പാർവതി ദേവി വരുന്നത്. പക്ഷേ ഈ പാർവതി ദേവിക്കും എന്തുണ്ട്, പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്, ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഏതാണ് ക്ഷേത്രം എന്ന് ചോദ്യം. നമുക്കറിയാം ക്ഷേത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏതാണ്? അത് തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. എറണാകുളം ജില്ലയിലുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ് എന്ത് ചെയ്യുന്നത്, ധനുമാസത്തിലെ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്ക് മാത്രം പാർവതിയുടെ നട തുറക്കുന്ന ക്ഷേത്രം. ഓക്കെ ആണല്ലോ? സ്ത്രീകൾ വൻ സ്ത്രീജനങ്ങൾ എന്ത് ചെയ്യുന്ന ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്ന് പറയുന്നത് തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്ന് പറയുന്നത്. കാരണം ഈ 12 ദിവസം ആ പ്രത്യേകത അതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ഓർക്കേണ്ട പോയിന്റ് ഇതാണ്. ക്ഷേത്രം ചോദിച്ചാൽ അതൊരു മഹാദേവ ക്ഷേത്രമാണ്. പക്ഷേ പ്രത്യേകത എന്താ പറഞ്ഞിട്ടുള്ളത്, അവിടെ എന്താണ്, വർഷത്തിൽ 12 ദിവസം ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടുത്തെ പാർവതിയുടെ നട എന്ത് ചെയ്യുന്നുള്ളൂ, തുറക്കുന്നുള്ളൂ. അതാണ് അവിടുത്തെ പ്രത്യേകത. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ് ആൻസർ? അത് തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. എറണാകുളം ജില്ലയിലാണ് നമ്മുടെ ആദ്യമേ ഓർത്തു വയ്ക്കുക. പ്രധാന പ്രതിഷ്ഠകൾ ചോദിച്ചാൽ ആരൊക്കെയാണ് വരുന്നത്? ശിവനും പാർവതിയാണ് വരുന്നത്. പ്രധാന പ്രതിഷ്ഠകൾ ഏതാണ്? ശിവനും പാർവതിയാണ്. പ്രധാനമായിട്ട് ഈ ഒരു ഒറ്റ ചോദ്യം വരുന്നുള്ളൂ. എന്താണ്? ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്ക് മാത്രം തുറക്കുന്ന ക്ഷേത്രം, 12 ദിവസത്തേക്ക് മാത്രം പാർവതിയുടെ നട തുറക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ഏതാണ്? അത് തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ? അല്ലാതെ ക്ഷേത്രം തുറക്കുന്നില്ല എന്ന് ചോദിച്ചാൽ തുറക്കുന്നുണ്ട്. പക്ഷേ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർവതിയുടെ നട എത്ര ദിവസം മാത്രമേ തുറക്കുള്ളൂ? ഈ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്ക് തുറക്കുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ക്ഷേത്രത്തിലെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പണ്ട് ഈ ഐതിഹ്യമായിട്ട് പറയുന്നതാണ്, എന്ന് വെച്ചാൽ അവിടെ എന്താണ്, അവിടെ മഹാദേവന് നേദ്യം വെക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യണം, കൊണ്ട് വയ്ക്കുന്ന സമയത്ത് വച്ചിട്ട് എന്ത് ചെയ്യും, ഇവര് പോവും, എന്ന് വെച്ചാൽ റൂം അടച്ചിട്ട് പോവുകയും ചെയ്യും. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതിന്റെ ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിന്റെ നേദ്യം കഴിച്ചിട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു സംശയം അവർ തീർക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു ദിവസം ഇവർ എന്ത് ചെയ്തു, ഈ ഭക്ഷണം വെച്ചിട്ട് പറഞ്ഞ സമയത്തിന് മുമ്പേ വന്ന് നട തുറന്ന് നോക്കുന്ന സമയത്ത് അവിടുത്തെ ദേവി എന്ത് ചെയ്യാണ്, സർവാഭരണ ഭൂഷിതയായിട്ട്, എന്ന് സർവാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് എന്തിനാ ആഹാരം പാകം ചെയ്യുന്നതായിട്ട് കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആഹാരം പാകം ചെയ്യുന്ന കണ്ടപ്പോൾ പറഞ്ഞു, എന്റെ ഫുൾ രൂപം നിങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇവിടെ നിൽക്കില്ല, ഈ ക്ഷേത്രം ഞാൻ വിട്ടു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് നട തുറന്നവർ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തു, മാപ്പ് പറഞ്ഞ്, എന്ന് വെച്ചാൽ കാലിൽ വീണ് മാപ്പ് പറയുകയും അങ്ങനെ പറഞ്ഞു, എന്താ ശരി, എന്നാലും ഞാൻ പോകും, പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ നാള് മഹാദേവന് എന്താണ് പ്രസിദ്ധമായിട്ടുള്ള തിരുവാതിര നാള് തൊട്ട് 12 ദിവസത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വരും, അന്ന് നട തുറക്കാൻ വേണ്ടി എന്ത് ചെയ്തു പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ഇതിൽ തന്നെ എന്ത് ചെയ്യും, ഈ 12 ദിവസത്തേക്ക് ഇവിടെ വരും, അന്ന് നട തുറക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അന്ന് പോയത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ധനുമാസത്തെ തിരുവാതിര തൊട്ട് 12 ദിവസത്തേക്ക് എന്ത് ചെയ്യുന്നത്, നട തുറക്കുന്നത്. അപ്പൊ ഇത്രയുള്ള ജസ്റ്റ് അതൊരു ചെറിയൊരു കഥയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഓർത്തിരിക്കുക, പ്രത്യേകത ഇതാണ്, ധനുമാസ തിരുവാതിര തൊട്ട് 12 ദിവസത്തേക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നട തുറക്കുന്നത്. അതാണ് ഇവിടുത്തെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. പാർവതി നട എന്ത് കൊല്ലത്ത് ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്ക് തുറക്കുള്ളൂ. അല്ലാതെ മഹാദേവന്റെ നട എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, തുറക്കുന്നുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് ജില്ലയെന്ന് ഓർത്തു വയ്ക്കുക, അത് എറണാകുളം ജില്ലയാണ്. പ്രധാന പ്രതിഷ്ഠകൾ ചോദിച്ചാൽ ആരൊക്കെയാണ്, മഹാദേവനും പാർവതിയാണ് പ്രതിഷ്ഠകളായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അതിനകത്ത് വേറെ നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാനൊന്നുമില്ല. ജസ്റ്റ് എന്താ, വള്ളിക്കാവുണ്ട്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമുണ്ട്, ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രമുണ്ട്. അല്ലെ, വള്ളിക്കാവും, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം ഞാൻ ഈ
ശിവന്റെ മഹാദേവ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ ഞാൻ പറയുമ്പോൾ അതിനകത്ത് കൂടെ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പറഞ്ഞാൽ അടുത്ത സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം എന്നാണ് ചോദ്യം. സന്താന ഗോപാലമൂർത്തിയായിട്ട് ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ചോദ്യം. സന്താന ഗോപാലമൂർത്തിയായിട്ട് ആരാധിക്കുന്ന ആരുടെ? മഹാവിഷ്ണുവിനെ തന്നെയാണ്. അപ്പൊ ആ ക്ഷേത്രം ഏതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. ഗുരുവായൂരുണ്ട്, പൂർണ്ണത്രയീശി ക്ഷേത്രമുണ്ട്, വടക്കുംനാഥ ക്ഷേത്രം വരുന്നുണ്ട്, തിരുവാർപ്പ് ക്ഷേത്രം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അവിടെ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ സന്താന ഗോപാലമൂർത്തിയായിട്ട് ആരാധിക്കുന്നത് ആരെയാണ്? അത് മഹാവിഷ്ണുവിനെയാണ്. അത് നിങ്ങൾ ഫസ്റ്റ് ഓർത്ത് വയ്ക്കുക. സന്താന ഗോപാലമൂർത്തിയായിട്ട് ആരാധിക്കുന്ന ആരെയാണ്? അത് മഹാവിഷ്ണുവിനെയാണ്. അത് നിങ്ങൾ ആദ്യം ഓർത്തു വയ്ക്കണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യമേ ഏത് ഒഴിവാക്കാം? വടക്കുംനാഥ ക്ഷേത്രം ഒഴിവാക്കാം. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവനാണ്. ശങ്കരാചാര്യൻ മഹാദേവൻ ശ്രീരാമനാണ് വരുന്നത്. പക്ഷേ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വടക്കുംനാഥ ക്ഷേത്രം ആദ്യമേ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ സന്താന ഗോപാലമൂർത്തിയായിട്ട് ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് വരുന്നത്? അത് പൂർണ്ണത്രയീശി ക്ഷേത്രമാണ് വരുന്നത്. ഏതാണ്? പൂർണ്ണത്രയീശി ക്ഷേത്രമാണ് ഏത് വരുന്നത്? സന്താന ഗോപാലമൂർത്തിയായിട്ട് ആരാധിക്കപ്പെടുന്ന ക്ഷേത്രമായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗുരുവായൂര് ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് എടുക്കാനുള്ള. തിരുവാർപ്പ് ഞാൻ ആൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? യൂട്യൂബിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തിരുവാർപ്പ് ക്ഷേത്രം എന്താ പറയുന്നത്? കംസനെ കൊന്നിട്ട് വരുന്ന ബാലനായ വിശപ്പുള്ള കൃഷ്ണനാണ് ഏതെന്ന് പറയുന്നത്? തിരുവാർപ്പ് ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലെ. കംസനെ കൊന്നിട്ട് വരുന്ന വിശപ്പോട് കൂടിയ ബാലനായ കൃഷ്ണനാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ തിരുവാർപ്പ് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ആദ്യമേ ഓർത്ത് വയ്ക്കുക. ഞാൻ ആൾറെഡി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് തിരുവാർപ്പ് ക്ഷേത്രം ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇത് തന്നെയാണ്. എന്താണ് ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അതേതാണ്? അത് തിരുവാർപ്പിലെ ക്ഷേത്രമാണ്. ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ഏതാണ്? അത് തിരുവാർപ്പ് ക്ഷേത്രമാണ്. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അതൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമാണ്. എടുത്തെടുത്ത് പറയാണ്. ഇന്ത്യയിൽ ആദ്യമായി നട തുറക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ഏതാണ്? അത് തിരുവാർപ്പിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അത് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ ഞാൻ പറഞ്ഞത് സന്താന ഗോപാലമൂർത്തിയായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പൂർണ്ണത്രയീശി ക്ഷേത്രമാണ്. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലയിലാണ് വരുന്നത്. പൂർണ്ണത്രയീശി ക്ഷേത്രം വരുന്ന ജില്ല ഏതാണ്? അത് എറണാകുളം ജില്ലയിലാണ്. കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പൂർണ്ണത്രയീശി ക്ഷേത്രം ജില്ല ഏതാണ്? അത് എറണാകുളം ജില്ലയിലാണെന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണു അതാണ് സങ്കല്പം. അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണു അതാണ് സങ്കല്പം. സന്താന ഗോപാലമൂർത്തിയായിട്ട് എന്ത് ചെയ്യുന്നു? സങ്കല്പിക്കപ്പെടുന്നു. അപ്പൊ അവിടുത്തെ പ്രതിഷ്ഠ ചോദിച്ചിരിക്കാൻ എന്താണ്? അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണു എന്നാണ് അവിടുത്തെ പ്രതിഷ്ഠ. അത് ശ്രദ്ധിക്കേണ്ട കേസ് സന്താന ഗോപാലമൂർത്തിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സങ്കല്പിക്കപ്പെടുന്നത്. സന്താന ഗോപാലമൂർത്തിയായിട്ട് എന്ത് ചെയ്യുന്നത്? സങ്കല്പിക്കപ്പെടുന്നത്. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനുമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ച ആരൊക്കെയാണ്? ശ്രീകൃഷ്ണനും അർജുനനും കൂടെ ചേർന്നാണ് ഈ ക്ഷേത്രം എന്ത് ചെയ്തത്? ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഐതിഹ്യമായിട്ട് പറയുന്നത് എന്താണ്? ശ്രീകൃഷ്ണനും അർജുനനും കൂടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഈ ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രം ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉപദേവനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഗണപതി മാത്രമേ ഈ ക്ഷേത്രത്തിലുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത പ്രത്യേകത. അപ്പോൾ ഈ ക്ഷേത്രം ഉപദേവനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഗണപതി മാത്രമേ ഉള്ളൂ. അതാണ് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ പൂർണ്ണത്രയീശി ക്ഷേത്രം ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിലാണ്. അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായിട്ട് നമ്മൾ ആചരിക്കപ്പെടുന്നത്? സന്താന ഗോപാലമൂർത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രതിഷ്ഠയെ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ ഉപദേവനായിട്ട് ആര് മാത്രമേ വരുന്നുള്ളൂ? ഗണപതി മാത്രമേ ക്ഷേത്രത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ പൂർണ്ണത്രയീശി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ 3 കൊടിയേറ്റ് ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. പലയിടത്തും 1ഉം 2ഉം ഒക്കെ ആണെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ 3 കൊടിയേറ്റ് ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. അത് ഏതൊക്കെ ദിവസം ഏതൊക്കെ മാസം ചോദിച്ചാൽ ചിങ്ങത്തിലുണ്ട്, വൃശ്ചികത്തിലുണ്ട്, കുംഭത്തിലുണ്ട്. അപ്പൊ 3 മാസങ്ങൾ ഏതൊക്കെയാണ്? ചിങ്ങം, വൃശ്ചികം, കുംഭം. ഈ 3 മാസങ്ങളിലായിട്ട് 3 കൊടിയേറ്റ് ഉത്സവങ്ങളാണ് നടത്താറുള്ളത്. അത് ഏത് നാളിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരുവോണ നാളിലാണ് ഉത്സവങ്ങൾ നടത്താറുള്ളത്. ഓക്കെ. അപ്പൊ 3 മാസങ്ങൾ ചിങ്ങം, വൃശ്ചികം, കുംഭം ഇങ്ങനെ 3 മാസങ്ങളിൽ 3 കൊടിയേറ്റ് ഉത്സവങ്ങൾ നടത്താറുണ്ട്. ഏത് ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവോണ നാളിലാണ് ഈ ഉത്സവം നടത്താറുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ എന്താണ്? 3 കൊടിയേറ്റ് ഉത്സവങ്ങൾ ഇവിടെ നടത്താറുണ്ട്. പൂർണ്ണത്രയീശി ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. അവിടെ ഓർത്തിരിക്കുക ഏതൊക്കെ മാസമാണ്? വൃശ്ചികം, അതേപോലെ ഏതാണ്? ചിങ്ങം, വൃശ്ചികം, കുംഭം. ഈ 3 മാസങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താറുള്ളത്. അത് ഏത് നാളിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരുവോണ നാളിലാണ് ഈ ഉത്സവങ്ങൾ എന്ത് ചെയ്യാറുള്ളത്? നടത്താറുള്ളത്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. അതാണ് പൂർണ്ണത്രയീശി ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ സന്താന ഗോപാലമൂർത്തിയായിട്ട് ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്? അത് പൂർണ്ണത്രയീശി ക്ഷേത്രമാണ്. അത് കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണു എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതേപോലെ സന്താന ഗോപാലമൂർത്തിയായിട്ട് എന്ത് ചെയ്യുന്നു? സങ്കല്പിക്കപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്ന് പൂർണ്ണത്രയീശി ക്ഷേത്രത്തിന് പ്രതിഷ്ഠിച്ചത് ആരൊക്കെയാണ്? ശ്രീകൃഷ്ണനും അർജുനനും ചേർന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ് ഈ ക്ഷേത്രം പറയപ്പെടുന്നത്. അതേപോലെ ഉപദേവനായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ ഗണപതി മാത്രമേ ഈ ക്ഷേത്രത്തിലുള്ളൂ. അതും ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതേപോലെ 3 കൊടിയേറ്റ് ഉത്സവങ്ങൾ നടക്കുന്ന ചുരുക്കം ചില
ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് പൂർണ്ണത്രയീശി ക്ഷേത്രം എന്ന് പറയുന്നത്. ഏതൊക്കെ മാസമാണ്? ചിങ്ങം, വൃശ്ചികം, കുംഭം മാസങ്ങളിലാണ് എന്ത് ചെയ്യാറുള്ളത്? ഈ 3 കൊടിയേറ്റ് ഉത്സവങ്ങൾ നടത്താറുള്ളത്. അവിടെ ഏത് നാളും ചോദിച്ചെങ്കിൽ ഏത് നാളിലാണ്? തിരുവോണ നാളിലാണ് ഇവിടെ കൊടിയേറ്റ് ഉത്സവങ്ങൾ എന്ത് ചെയ്യാറുള്ളത്? നടത്താറുള്ളത്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത് നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഈ മലബാർ ദേവസ്വത്തിന്റെ ഈ എക്സാമിൽ ഡിലീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ് പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏതെന്നാണ് ചോദ്യം. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏതെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? മിക്കവാറും ഈ ചോദ്യം എന്ത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. കാരണം ഇത് ഒട്ടുമിക്ക എല്ലാവരും തെറ്റിക്കാറുണ്ട്. പല ബുക്കിലും പല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആൻസറുകൾ. അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഈ പഞ്ചവാദ്യങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ളത്, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ നിങ്ങൾ തൽക്കാലം നോക്കണം, ഞാൻ പറയാൻ പോണ ശ്രദ്ധിച്ചോണം. പഞ്ചവാദ്യങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ളത്, പഞ്ചവാദ്യങ്ങളിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നിലവിലുള്ളത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളമാണ്. ഇപ്പോൾ നിലവിൽ പഞ്ചവാദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കൊമ്പുണ്ട്, ഇലത്താളമുണ്ട്, തിമിലയുണ്ട്, ഇടയ്ക്കയുണ്ട്, മദ്ദളമുണ്ട്. ഓക്കെ ആണല്ലോ? പക്ഷെ അതിന്റെ കൂടെ എന്തും വരുന്നുണ്ട്? ശംഖും വരുന്നുണ്ട്. ശംഖ് വാദ്യമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ശംഖ് ഊതിയാണ് ഈ എന്ത് ചെയ്യുന്നത്? ഈ പഞ്ചവാദ്യം ആരംഭിക്കുന്നത്. അതാണ് ആദ്യം ആലോചിക്കേണ്ട കേസ്. ശംഖ് ഊതിയാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചവാദ്യം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ശംഖിൽ 3 പ്രാവശ്യം ഓങ്കാരം മൂളിയതിനു ശേഷം എന്ത് ചെയ്യും? ഈ പഞ്ചവാദ്യം ആരംഭിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർത്തിരിക്കുക, പഞ്ചവാദ്യം നിലവിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമ്പുണ്ട്, ഇലത്താളമുണ്ട്, തിമിലയുണ്ട്, ഇടയ്ക്കയുണ്ട്, മദ്ദളമുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തില്ല? ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. കാരണം ഏതൊക്കെയാണ്? കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം. അപ്പൊ ഏതൊക്കെയില്ല? ചെണ്ട, ചേങ്ങില നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ചേങ്ങില പണ്ട് കാലത്ത് എന്താണ് ഈ നമ്മളെ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ചേങ്ങില എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇല്ലാത്തത്? ചെണ്ടയാണ് ഇല്ലാത്തത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ചെണ്ടയാണ്. ഇത് ഞാൻ പറഞ്ഞു, ഇതെന്താണ്? നമ്മൾ ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഇതെന്താണ്? ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ് ഏതെന്ന് പറയുന്നത്. ഈ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നുള്ള ചോദ്യം എന്താണ്? ഡിലീറ്റ് ചെയ്തതാണ്. അപ്പൊ അവിടെ ഓർത്തിരിക്കുക, ചെണ്ട എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ആദ്യമേ ഓർത്തു വയ്ക്കുക. ചെണ്ട എന്ന് പറയുന്നത് എന്തില്ല? പഞ്ചവാദ്യങ്ങൾ എന്തില്ല? ഉൾപ്പെടുന്ന വാദ്യമല്ല. അത് ആദ്യമേ ഓർത്തു വെക്കുക. ചേങ്ങില പണ്ട് കാലത്ത് എന്തായിട്ടുണ്ടായിരുന്ന പഞ്ചവാദ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ചേങ്ങില എന്ന് പറയുന്നത്. നമ്മുടെ ഈ വട്ടത്തിൽ എന്താണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ മണി അടിക്കാൻ പോലെ ഉപയോഗിക്കുന്ന ഉപകരണമല്ലേ? ഒരു വട്ടത്തിലിരിക്കുന്ന സാധനം. അതാണ് നമ്മൾ ചേങ്ങില എന്ന് പറയുന്നത്. അല്ലാത്ത ഒരു കമ്പും കൂടെ കാണാം. അത് ഇങ്ങനെ കൊട്ടിയാണ് നമ്മൾ ചേങ്ങില എന്ന് പറയുന്നത്. അത് ആദ്യകാലങ്ങളിൽ പഞ്ചവാദ്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ എന്ത് ചെയ്യില്ല? പഞ്ചവാദ്യങ്ങളിൽ ചേങ്ങില എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെടുത്തുന്നില്ല. അത് ആദ്യമേ ഓർത്തു വെക്കുക. അപ്പൊ പഞ്ചവാദ്യങ്ങൾ ഉൾപ്പെടാത്ത വാദ്യം എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ചേങ്ങിലയാണ്. ചേങ്ങിലല്ല, ചെണ്ടയാണ്. അത് ആദ്യമേ ഓർത്തിരിക്കുക. പല ബുക്കുകളിലും ചെണ്ട എന്തായിട്ടുണ്ട്? പഞ്ചവാദ്യങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക. നിലവില് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നിലവില് ഏതൊക്കെ വരുന്നുള്ളൂ? കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം. കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം. 5 കൊമ്പ്, അതേപോലെ എന്താണ്? ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം. ഈ 5 വാദ്യോപകരണങ്ങളാണ് ഏതായിട്ട് പറയുന്നത്? പഞ്ചവാദ്യങ്ങളായിട്ട് പറയുന്നത്. അതിന്റെ കൂടെ ശംഖും കൂടെ വരുന്നുണ്ട്. ശംഖ് മുഴക്കിയാണ് പഞ്ചവാദ്യങ്ങൾ തുടങ്ങുന്നത്. ശംഖ് 3 പ്രാവശ്യം അല്ലെങ്കിൽ ഓംകാരനാഥം മുഴക്കിയാണ് എന്ത് തുടങ്ങുന്നത്? പഞ്ചവാദ്യങ്ങൾ തുടങ്ങുന്നത്. അതും കൂടെ ഓർത്തു വയ്ക്കുക. ഇനി നോർമലി പഞ്ചവാദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കലശാഭിഷേകങ്ങളോട് അനുബന്ധിച്ച് പതിവുള്ള ഒരു അനുഷ്ഠാന വാദ്യമാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചവാദ്യം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കലശാഭിഷേകങ്ങളോട് അനുബന്ധിച്ചുള്ള പതിവായിട്ടുള്ള ഒരു അനുഷ്ഠാന വാദ്യമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പഞ്ചവാദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഓർത്തിരിക്കുക, സാധാരണഗതിയിലുള്ള പഞ്ചവാദ്യത്തിന്റെ ആ മേളക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഓക്കെ ആണല്ലോ? സാധാരണഗതിയിൽ ഈ പഞ്ചവാദ്യങ്ങളുടെ മേളക്കാരുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 40 ആണ്. അത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ ആണല്ലോ? അപ്പൊ പഞ്ചവാദ്യങ്ങളിലെ മേളക്കാരുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 40 ആണ്. അത് പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. 11 തിമിലക്കാർ. 11 തിമിലക്കാർ എത്ര? 11. 5 മദ്ദളം, 2 ഇടയ്ക്ക, 11 കൊമ്പ്, 11 ഇലത്താളം. ഇങ്ങനെ 40 പേരാണ് സാധാരണഗതിയിലുള്ള പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചവാദ്യത്തിൽ എത്ര പേര് വരുന്നുണ്ട്? 40 പേര് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? 11 തിമിലക്കാർ വരുന്നുണ്ട്, 5 മദ്ദളം വരുന്നുണ്ട്, 2 ഇടയ്ക്ക വരുന്നുണ്ട്, 11 കൊമ്പ് വരുന്നുണ്ട്, 11 ഇലത്താളം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ 40 പേരാണ് സാധാരണ രീതിയിലുള്ള ഒരു പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന വാദ്യോപകരണം ചോദിച്ചാൽ ഏതൊക്കെയാണ്? കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം. കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം. ഈ 5 വാദ്യോപകരണങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ഈ പഞ്ചവാദ്യത്തിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ ശംഖും കൂടെ വരുന്നുണ്ട്. ശംഖ് പക്ഷേ നമ്മൾ വാദ്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ശംഖ് മുഴക്കി, ശംഖിൽ ഓംകാരനാഥം 3 പ്രാവശ്യം മുഴക്കിയാണ് ഏത് ആരംഭിക്കുന്നത്? പഞ്ചവാദ്യങ്ങൾ ആരംഭിക്കുന്നത്. അത് ആദ്യമേ ഓർത്തു വയ്ക്കുക. അപ്പൊ ചെണ്ട നമ്മൾ അതിനകത്ത് വരുന്നില്ല, പഞ്ചവാദ്യത്തിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇട്ട് ആൾറെഡി എന്ത് ചെയ്യും? ദേവസ്വം ബോർഡ് തന്നെ ഡൗട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. നോർമലി പഞ്ചവാദ്യം നടത്തുന്ന എപ്പോഴും ചോദിച്ചപ്പോഴാണ് ഈ കലശാഭിഷേകങ്ങളോട് അനുബന്ധിച്ചാണ് എന്ത് നടത്താറുള്ളത്? പഞ്ചവാദ്യങ്ങൾ നടത്താറുള്ളത്. അതൊന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഈ 5മായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്. പഞ്ചവാദ്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണ്? കൊമ്പ്, ഇലത്താളം, ഇടയ്ക്ക, തിമില, അതേപോലെ ഏതാണ്? മദ്ദളം. കൊമ്പ്, അതേപോലെ എന്താണ്? കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? പഞ്ചവാദ്യം എന്ന് പറയുന്നത്.
അത് ഓർത്തെ, കൊമ്പ് ഇലത്താളം ഇടയ്ക്ക, അങ്ങനെ കൊമ്പ് ഇലത്താളം ഇടയ്ക്ക, അതുപോലെ തിമില മദ്ദളം, ഇങ്ങനെ അതിങ്ങനെ കോഡായിട്ട് അറേഞ്ച് ചെയ്ത് എങ്ങനെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ പഞ്ചവാദ്യങ്ങൾ 5 എണ്ണം, ശംഖിൽ ഓങ്കാരനാഥം 3 പ്രാവശ്യം മുഴക്കിയാണ് എന്ത് ആരംഭിക്കുന്നത്, ഈ പഞ്ചവാദ്യങ്ങൾ ആരംഭിക്കുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അത് ഈ 5-മായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആചാരങ്ങളുണ്ട്, അതും കൂടെ നോക്കുക. അത് നമ്മുടെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ദേവസ്വമായിട്ട് ചോദിക്കാൻ കാര്യമുള്ള അല്ലെങ്കിൽ ചാൻസ് ഉള്ള ഒരു ശാതമാണ്. അല്ലെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഏതാണ്, പഞ്ചഭൂതങ്ങൾ. ഏതാണ് നോക്കേണ്ടത്, പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് ആലോചിക്കുക, പഞ്ചഭൂതങ്ങളിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഏതാണ്, ആകാശം വരുന്നുണ്ട്. പഞ്ചഭൂതങ്ങളായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്, ആകാശം വരുന്നുണ്ട്, അതേപോലെ ഏത് വരുന്നുണ്ട്, ഒരു മിനിറ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് തരാം. ഒന്നാമതായിട്ട് ഏത് വരുന്നുണ്ട്, ആകാശം. പഞ്ചഭൂതങ്ങളിൽ ഒന്നാമതായിട്ട് ഏത് വരുന്നുണ്ട്, ആകാശം വരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഏതാണ് വരുന്നത്, ഭൂമി വരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഏത് വരുന്നുണ്ട്, ഭൂമി വരുന്നുണ്ട്. അതേപോലെ അടുത്ത് വരുന്നത് ഏതാണ്, വായു വരുന്നുണ്ട്. ഭൂമി വരുന്നുണ്ട്, അതേപോലെ വായു വരുന്നുണ്ട്, അതേപോലെ ഏത് വരുന്നുണ്ട്, അഗ്നി വരുന്നുണ്ട്, അതേപോലെ ജലം വരുന്നുണ്ട്. ഇനിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്, ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് പഠിക്കുക, നമ്മൾ പഞ്ചവാദ്യങ്ങൾ പഠിച്ചു. ഇനി അത് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഞ്ചഭൂതങ്ങൾ പഠിച്ചു വയ്ക്കുക. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്, ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്, ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് പഞ്ചഗവ്യങ്ങൾ നോക്കാം. അടുത്ത് നോക്കേണ്ടതാണ് പഞ്ചഗവ്യങ്ങൾ നോക്കാം. പഞ്ചഗവ്യങ്ങൾ. ഓക്കെ, പഞ്ചഗവ്യങ്ങൾ ഏതൊക്കെ നോക്കാം. പഞ്ചഗവ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യ് ഒന്നാമത് ഏത് വരുന്നുണ്ട്, നെയ്യ് വരുന്നുണ്ട്, അതേപോലെ ഏത് വരുന്നുണ്ട്, പാല് വരുന്നുണ്ട്. നെയ്യ് വരുന്നുണ്ട്, പാല് വരുന്നുണ്ട്, അതേപോലെ തൈര് വരുന്നുണ്ട്. നെയ്യ്, പാല്, തൈര്. അതേപോലെ ഏത് വരുന്നുണ്ട്, ഗോമൂത്രം വരുന്നുണ്ട്. ഏത് വരുന്നുണ്ട്, ഗോമൂത്രം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഗോമൂത്രം വരുന്നുണ്ട്. അതേപോലെ ഏതും വരുന്നുണ്ട്, ചാണകവും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഗോമൂത്രം. ഓക്കെ ആണല്ലോ, ഗോമൂത്രം വരുന്നുണ്ട്, അതേപോലെ ഏതും വരുന്നുണ്ട്, ചാണകവും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്, പഞ്ചഗവ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചഗവ്യങ്ങൾ ആലോചിക്കുക, എല്ലാം പശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഓർത്തിക്കുക, പഞ്ചഗവ്യങ്ങൾ ഏതൊക്കെയാണ്, നെയ്യ്, പാല്, തൈര്. നെയ്യ്, പാല്, തൈര്. അല്ലെങ്കിൽ ആലോചിക്കുക, പാലിൽ നിന്ന് ഏതുണ്ടാക്കാം, തൈരുണ്ടാക്കാം. തൈര് നമുക്ക് ഏതെടുക്കാം, നെയ്യ് എടുക്കാം. അടുത്ത പശുവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വരുന്നുണ്ട്, ഗോമൂത്രം വരുന്നുണ്ട്, ചാണകവും വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പഞ്ചഗവ്യങ്ങൾ എന്ന് പറയും. എന്താണ്, പഞ്ചഗവ്യങ്ങൾ. പഞ്ചഗവ്യങ്ങൾ ഏതൊക്കെയാണ്, നെയ്യ്, പാല്, തൈര്, ഗോമൂത്രം, ചാണകം. നെല്ലല്ല, നെയ്യ്, പാല്, തൈര്, ഗോമൂത്രം, ചാണകം. ഇനിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പഞ്ചഗവ്യങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ പഞ്ചഭൂതങ്ങൾ പറഞ്ഞു, ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. എന്താണ് പഞ്ചഭൂതങ്ങൾ, എഴുതിയിട്ട് പഠിച്ചോണം. പഞ്ചഭൂതങ്ങള് ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. പഞ്ചഭൂതങ്ങള്. പഞ്ചഗവ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്, നെയ്യ്, പാല്, തൈര്, ഗോമൂത്രം, ചാണകം. നെയ്യ്, പാല്, തൈര്, ഗോമൂത്രം, ചാണകമാണ് എന്ന് പറയുന്നത് പഞ്ചഗവ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കേണ്ടതാണ് പഞ്ചമഹായോഗങ്ങൾ. ഏതൊക്കെയാണ്, പഞ്ചമഹായോഗങ്ങളും കൂടെ ഓർത്തു വയ്ക്കുക. പഞ്ചമഹായോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഫസ്റ്റ് വേണ്ടതാണ് രുചകം. ഏതാണ്, ഫസ്റ്റ് വേണ്ടതാണ് രുചകം എന്ന് പറയും. രണ്ടാമതായിട്ട് വേണ്ടതാണ് ഏത്, ഭദ്രം. രണ്ടാമതായിട്ട് ഏത് വരുന്നുണ്ട്, ഭദ്രം വരുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. രണ്ടാമത്തെ നമ്മൾ ഏത് പറയാം, ഭദ്രം പറയാം. മൂന്നാമതായിട്ട് ഏത് പറയുന്നുണ്ട്, ഹംസം പറയുന്നുണ്ട്. മൂന്നാമത് ഏത് പറയുന്നുണ്ട്, ഹംസം പറയുന്നുണ്ട്. നാലാമതായിട്ട് ഏത് പറയുന്നുണ്ട്, മാളവം പറയുന്നുണ്ട്. അഞ്ചാമതായിട്ട് ഏത് പറയുന്നുണ്ട്, ശശം പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആണെങ്കിൽ പിന്നെ പറഞ്ഞുതരാം. ജസ്റ്റ് ഇന്ന് എന്ത് ചെയ്യുക, ഇതൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. പഞ്ചമഹായോഗങ്ങൾ ഏതൊക്കെയാണ്, പഞ്ചമഹായോഗങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്, രുചകം, ഭദ്രം, ഹംസം, മാളവം, ശശം. ഓക്കെ ആണല്ലോ. അപ്പൊ പഞ്ചമഹായോഗങ്ങൾ ഏതൊക്കെയാണ്, രുചകം വരുന്നുണ്ട്, ഭദ്രം വരുന്നുണ്ട്, ഹംസം വരുന്നുണ്ട്, മാളവം വരുന്നുണ്ട്, ശശം വരുന്നുണ്ട്. ഇനിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പഞ്ചമഹായോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ പഞ്ചമഹായോഗങ്ങളെ ഒന്ന് ഓർത്ത് വെച്ച്, ഏതൊക്കെയാണ്, രുചകം, ഭദ്രം, അതേപോലെ ഹംസം, മാളവം, ശശം. ഏതൊക്കെയാണ്, രുചകം, ഭദ്രം, ഹംസം, മാളവം, ശശം. ഇതാണ് പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പഞ്ചകല്യാണി നോക്കാം. എന്താണ് അടുത്ത് നോക്കേണ്ടത്, ഏതാണ്, പഞ്ചകല്യാണി നോക്കാം. ഏതൊക്കെയാണ് പഞ്ചകല്യാണി എന്ന് പറയുന്നത്? ഒന്നാമതായിട്ട് ആര് വരുന്നുണ്ട്, സീത വരുന്നുണ്ട്. ഒന്നാമതായിട്ട് ആര് വരുന്നുണ്ട്, സീത വരുന്നുണ്ട്. രണ്ടാമതായിട്ട് ആര് വരുന്നുണ്ട്, മണ്ഡോദരി വരുന്നുണ്ട്. രണ്ടാമതായിട്ട് ആര് വരുന്നുണ്ട്, മണ്ഡോദരി വരുന്നുണ്ട്. അതേപോലെ അടുത്ത് മൂന്നാമതായിട്ട് ആര് വരുന്നുണ്ട്, അകല്യ വരുന്നുണ്ട്. മൂന്നാമതായിട്ട് ആര് വരുന്നുണ്ട്, അകല്യ വരുന്നുണ്ട്. നാലാമതായിട്ട് താര വരുന്നുണ്ട്. അഞ്ചാമതായിട്ട് ആര് വരുന്നുണ്ട്, പാഞ്ചാലി വരുന്നുണ്ട്. അഞ്ചാമതായിട്ട് ആര് വരുന്നുണ്ട്, പാഞ്ചാലി വരുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പഞ്ചകല്യാണികൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ പഞ്ചകല്യാണി ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്, സീത, മണ്ഡോദരി, അകല്യ, താര, പാഞ്ചാലി. ഓക്കെ ആണല്ലോ. അപ്പൊ ആരൊക്കെയാണ് പഞ്ചകല്യാണികൾ, ആരൊക്കെയാണ്, സീത, മണ്ഡോദരി, അകല്യ, താര, പാഞ്ചാലി. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേട്ടെങ്കിലും എഴുതി വെക്കുക. അപ്പൊ പഞ്ചകല്യാണികൾ ആരൊക്കെയാണ്, സീത, മണ്ഡോദരി, അകല്യ, താര,
പാഞ്ചാലി. ഇനി നമ്മൾ എന്ത് വിളിക്കുന്നത്? പഞ്ചകല്യാണികൾ എന്ന് വിളിക്കും. എന്താണ്? പഞ്ചകല്യാണികൾ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കേണ്ടതാണ് പഞ്ചാക്ഷര മന്ത്രം. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഏതാണ്? പഞ്ചാക്ഷര മന്ത്രം ഏതെന്ന് ഓർത്ത് വയ്ക്കുക. പഞ്ചാക്ഷര മന്ത്രം എന്ന് പറയുന്നത് ഏതാണ്? നമഃശിവായ എന്നാണ്. പഞ്ചാക്ഷര മന്ത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമഃശിവായ എന്നാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ പഞ്ചാക്ഷര മന്ത്രം ചോദിച്ചാൽ ഏതാണ്? അത് നമഃശിവായയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ പഞ്ചാക്ഷര മന്ത്രം എന്ന് പറയുന്നത് ഏതാണ്? നമഃശിവായയാണ്. അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി പഞ്ചതീർത്ഥങ്ങൾ നോക്കി വെക്കാം. ഏതൊക്കെയാണ് പഞ്ചതീർത്ഥങ്ങൾ? ഇത്തിരി പാടുള്ള വാക്കുകളാണെന്ന് ഓർത്തു വെച്ചോണം. പഞ്ചതീർത്ഥങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വരുന്നതാണ് അഗസ്ത്യ തീർത്ഥം. ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ്? അഗസ്ത്യ തീർത്ഥം വരുന്നുണ്ട്. രണ്ടാമതായിട്ട് വരുന്നതാണ് ഏത്? സെദത തീർത്ഥം. രണ്ടാമതായിട്ട് വരുന്നത് ഏതാണ്? സെദത തീർത്ഥം വരുന്നുണ്ട്. രണ്ടാമത് ഏത് വരുന്നുണ്ട്? സെദത തീർത്ഥം വരുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നതാണ് പെദലോ തീർത്ഥം. ഏതാ? പെദലോമ തീർത്ഥം. മൂന്നാമതായിട്ട് വരുന്നത് ഏതാണ്? പെദലോമ തീർത്ഥം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം പറഞ്ഞത് അഗസ്ത്യ തീർത്ഥം പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്? സെദത തീർത്ഥം പറഞ്ഞു. സെദത തീർത്ഥം പറഞ്ഞു. മൂന്നാമതായിട്ട് വരുന്നതാണ് പെഞ്ചലോമ തീർത്ഥം. പെഞ്ചലോമ അല്ല, പെദലോമ തീർത്ഥം. മൂന്നാമതായിട്ട് വരുന്നത് ഏതാണ്? പെദലോമ തീർത്ഥം. അതും കൂടെ ഓർത്തു വയ്ക്കുക. പെദലോമ തീർത്ഥം. മൂന്നാമതായിട്ട് വരുന്നത് ഏതാണ്? പെദലോമ തീർത്ഥം വരുന്നുണ്ട്. നാലാമതായിട്ട് വരുന്നത് ഏതാണ്? കാരന്ത തീർത്ഥം. അതൊക്കെ. അഞ്ചാമതായിട്ട് വരുന്നത് ഏതാണ്? അതിപാവന തീർത്ഥം. അതിപാവന തീർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പൊ പഞ്ചതീർത്ഥങ്ങൾ ചോദിച്ചാൽ 5 എണ്ണം. ഇതെല്ലാം 5 ആണ്. 5 വെച്ചാൽ കുറച്ച് കാണുന്നുണ്ട്. പഞ്ചതീർത്ഥങ്ങൾ 5 എണ്ണം ഏതാണ്? അഗസ്ത്യ തീർത്ഥം, സെദത തീർത്ഥം, അതേപോലെ എന്താണ്? പെദലോമ തീർത്ഥം, അതേപോലെ പറഞ്ഞ ഏതാണ്? കാരന്ത തീർത്ഥം, അതേപോലെ എന്താണ്? അതിപാവന തീർത്ഥം. ഈ ഏതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പഞ്ചതീർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ്? അഗസ്ത്യ തീർത്ഥം, അതേപോലെ സെദത തീർത്ഥം, പെദലോമ തീർത്ഥം, അതേപോലെ കാരന്ത തീർത്ഥം, അതേപോലെ എന്താണ്? അതിപാവന തീർത്ഥം. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പഞ്ചതീർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നത്. പഞ്ചതീർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 5 വെച്ച് പറഞ്ഞല്ലോ. ഇനിയും തീർന്നിട്ടില്ല. നമുക്ക് അടുത്ത് നോക്കാനുള്ള പഞ്ചസുഗന്ധങ്ങൾ നോക്കാം. ഏതൊക്കെയാണ്? പഞ്ചസുഗന്ധങ്ങൾ നോക്കാം. പഞ്ചസുഗന്ധങ്ങൾ. ഓക്കെ. എന്താണ് പഞ്ചസുഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ? ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ്? കർപ്പൂരം പറയുന്നുണ്ട്. കർപ്പൂരം പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഏത് പറയുന്നുണ്ട്? തക്കോലം പറയുന്നുണ്ട്. തക്കോലം വരുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നതാണ് ഇലവങ്കം. വരുന്നത് ഏതാണ്? ഇലവങ്കം വരുന്നുണ്ട്. നാലാമതായിട്ട് ഏത് വരുന്നുണ്ട്? അടയ്ക്ക വരുന്നുണ്ട്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. നാലാമത്തെ ഏത് വരുന്നുണ്ട്? അടയ്ക്ക വരുന്നുണ്ട്. അഞ്ചാമതായിട്ട് വരുന്നത് ഏതാണ്? ജാതിക്ക. ജാതിക്ക വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? പഞ്ചസുഗന്ധങ്ങൾ എന്ന് പറയും. അപ്പൊ പഞ്ചസുഗന്ധങ്ങൾ ഏതൊക്കെയാണ്? കർപ്പൂരം, തക്കോലം, ഇലവങ്കം, അടയ്ക്ക, ജാതിക്ക. കർപ്പൂരം, തക്കോലം, ഇലവങ്കം, അടയ്ക്ക, ജാതിക്ക. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പഞ്ചസുഗന്ധങ്ങൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നമ്മളതിനെ പഞ്ചസുഗന്ധങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് 5 ബന്ധപ്പെട്ട കാര്യം. ഇനിയും ഉണ്ട്. പഞ്ചബാണങ്ങളുണ്ട്. അതേപോലെ എന്താണ്? നമ്മൾ ആൾറെഡി പറഞ്ഞു. പഞ്ചബാണങ്ങളുണ്ട്. അതേപോലെ എന്താണ്? ഇത് പഞ്ചതന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ് ജസ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നോക്കാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് നമുക്ക് എന്റെ മൈൻഡിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ മാത്രം പറയുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയണം. ആദ്യം നമുക്ക് എന്ത് നോക്കാം? പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെ നോക്കാം. പഞ്ചവാദ്യങ്ങൾ ഏത് വരുന്നില്ല? ചെണ്ട വരുന്നില്ല. ആദ്യമേ ഓർത്ത് വയ്ക്കുക. കൊമ്പ്, ഇലത്താളം, ഇടയ്ക്ക, അതേപോലെ തിമില, മദ്ദളം. കൊമ്പ്, ഇലത്താളം, ഇടയ്ക്ക, തിമില, മദ്ദളം. ഇതാണ് 5 വാദ്യങ്ങൾ എന്ന് പറയുന്നത്. ചേങ്ങില പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ എന്ത് ഉപയോഗിക്കുന്നില്ല? ചേങ്ങില ഉപയോഗിക്കുന്നില്ല. അത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ പഞ്ചഭൂതങ്ങളാണ് പറഞ്ഞത്. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? ആകാശം വരുന്നുണ്ട്. ഭൂമി, വായു, അഗ്നി, ജലം. ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. അഗ്നി, ജലമാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ പഞ്ചഗവ്യങ്ങൾ ചോദിച്ചാൽ നെയ്യ്, പാല്, തൈര്, ഗോമൂത്രം, ചാണകം. ചാണകമാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചഗവ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക. യോഗങ്ങൾ ചോദിച്ചാൽ രുചകം, ഭദ്രം, ഹംസം, മാളവം, ശശം. ഓക്കെ. രുചകം, ഭദ്രം, ഹംസം, മാളവം, ശശം ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയുന്നത്. രുചകം, ഭദ്രം, ഹംസം, മാളവം, ശശമാണ് ഏതെന്ന് പറയുന്ന പഞ്ചയോഗങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചകല്യാണികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ സീത, മണ്ഡോദരി, അതേപോലെ അകല്യ, താര, പാഞ്ചാലി. ഓക്കെ. സീത, മണ്ഡോദരി, അതേപോലെ അകല്യ, താര, പാഞ്ചാലിയാണ് ഏതെന്നുള്ളത് പഞ്ചകല്യാണികൾ എന്ന് പറയുന്നത്. പഞ്ചാക്ഷര മന്ത്രം ചോദിച്ചാൽ ഏതാണ്? നമഃശിവായാണ്. ഓം അറിയില്ല. ഓം ഒഴിവാക്കിയിട്ടുള്ളത്. നമഃശിവായയാണ് എന്ന് പറയുന്നത് പഞ്ചാക്ഷര മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത പഞ്ചതീർത്ഥങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? അഗസ്ത്യ തീർത്ഥം, സെദത തീർത്ഥം,
ശതത തീർത്ഥം, അതേപോലെ എന്താണ് പെദലോമ തീർത്ഥം, അതേപോലെ കാരാന്ത തീർത്ഥം, അതേപോലെ അതിപാവന തീർത്ഥം. ഇതിനാണ് പഞ്ചതീർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇനി പഞ്ചസുഗന്ധങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? കർപ്പൂരം, തക്കോലം, ഇലവങ്കം, അടയ്ക്ക, ജാതിക്ക. കർപ്പൂരം, തക്കോലം, ഇലവങ്കം, അടയ്ക്ക, ജാതിക്കാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചസുഗന്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ 5 ബന്ധപ്പെട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ടത്. ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വരും ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം ഇതാണ്: ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ടെന്നാണ് ചോദ്യം. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ടെന്നാണ് ചോദ്യം. നോക്കുക, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. പവർ എത്ര അധ്യായങ്ങളുണ്ട്? ഏതൊക്കെയാണ്? 12, 15, 16, 18. എന്താണ് 12, 15, 16, 18 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എത്ര അധ്യായങ്ങളുണ്ട്? മൊത്തം 18 അധ്യായങ്ങളാണുള്ളത്. അത് ആദ്യമേ ഓർത്ത് വയ്ക്കുക. എന്താണ് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങളുണ്ട്. അത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭഗവത്ഗീതയിലെ അധ്യായങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്? 18 ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കണം, ഈ ഭഗവത്ഗീത എന്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? എന്താണ്? ആത്മജ്ഞാനിയുടെ ഗീതം എന്ന എന്താണ് പദ്യഭാഗങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മുടെ ഈ ഭഗവത്ഗീത അറിയപ്പെടുന്നത് ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യഭാഗങ്ങളാണ് എന്ന് പറയുന്നത് ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത്. അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണൻ തമ്മിലുള്ള സംഭാഷണം സഞ്ജയൻ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ആരാണ്? സഞ്ജയൻ. ഓക്കെ ആണല്ലോ. സഞ്ജയൻ പ്രതിപാദിക്കുന്നതായിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. നോർമലി നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തിലുള്ള സംഭവം തന്നെയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ അർജുനൻ എന്ത് ചെയ്യുന്നു? സ്വന്തം സഹോദരങ്ങളെ എങ്ങനെ കൊല്ലും, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളുമായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യും, എങ്ങനെ യുദ്ധം ചെയ്യുമെന്നുള്ള എന്താണ് ആ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളാണ് നമ്മൾ എന്തെന്ന് ഗീതോപദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് വേണം. എങ്ങനെയാണ്? ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന എന്താണ് പദ്യഭാഗങ്ങളാണ് എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഈ അർജുനൻ തേരാളിയും തമ്മിലുള്ള ഈ സംഭാഷണം ഉണ്ടല്ലോ, ഈ സംഭാഷണം ആര്? ഈ സഞ്ജയൻ എന്ന് പറയുന്ന ആള് പ്രതിപാദിക്കുന്നതായിട്ടാണ് ഏത് പറയുന്നത്? ഈ ഭഗവത്ഗീത അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സഞ്ജയനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭഗവത്ഗീത ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ധൃതരാഷ്ട്രർക്ക് എന്ത് ചെയ്യാണ്? ഈ ഭഗവത്ഗീത എന്ത് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് വെച്ചാൽ അർജുനൻ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യാതെ എന്ത് ചെയ്യണം? നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ എന്ത് നൽകുന്നുണ്ട്? സാരോപദേശം നൽകുന്നുണ്ട്. ഇത് കാണുന്ന സഞ്ജയൻ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? ധൃതരാഷ്ട്രർക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഭഗവത്ഗീതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കാരണം സഞ്ജയൻ എന്ത് ചെയ്യുന്നില്ല? യുദ്ധം ചെയ്യത്തില്ല. എന്താണ് കുടുംബവുമായിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറുന്ന സമയത്ത് അപ്പൊ യുദ്ധം നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് കാണാൻ ഇന്നത്തെ പോലെ CCTV അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പല ന്യൂസ് ചാനലുകളൊന്നുമില്ല. അങ്ങനെ സഞ്ജയന് എന്ത് ചെയ്യാണ്? വ്യാസ മഹർഷി എന്ത് ചെയ്യാണ്? ദിവ്യദൃഷ്ടി കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഈ യുദ്ധം നേരിട്ട് കണ്ട് ആർക്ക് പറഞ്ഞു കൊടുക്കുക? ധൃതരാഷ്ട്രർക്ക് എന്ത് ചെയ്യാൻ? പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് കൊടുക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഈ യുദ്ധം കണ്ടിട്ട് എന്ത് ചെയ്യണം? ധൃതരാഷ്ട്രർക്ക് ഈ കാര്യങ്ങളെല്ലാം എന്ത് കൊടുക്കുകയാണ്? പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഞ്ജയൻ എന്ത് ചെയ്യാണ്? ഈ ഗീതോപദേശം ശ്രീകൃഷ്ണൻ അർജുനൻ നൽകുന്ന ഉപദേശം, ആ ഗീതോപദേശമായിട്ട് എന്ത് ചെയ്യുന്നു? സഞ്ജയൻ കണ്ടിട്ട് ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? നമ്മുടെ ധൃതരാഷ്ട്രർക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇത് എവിടെ തൊട്ട് എവിടെ? ഭീഷ്മ പർവ്വത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലാണ് ഗീതോപദേശം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഭീഷ്മപർവ്വത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഈ ഗീതോപദേശം അല്ലെങ്കിൽ ഭഗവത്ഗീതയെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രതിപാദിച്ചിട്ടുള്ളത്. 3 ഉപദേശ മണ്ഡലങ്ങളായിട്ടാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? ഈ ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ 3 ഉപദേശ മണ്ഡലങ്ങളായിട്ട് 18 അധ്യായങ്ങളിലായിട്ടാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? നമ്മളെ ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? 3 എന്ന് വെച്ചാൽ 3 പാർട്ടുണ്ട്. ഭഗവത്ഗീത 3 പാർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ 3 ഉപദേശ മണ്ഡലങ്ങളായിട്ട് 18 അധ്യായങ്ങളിലായിട്ടാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഈ ഭഗവത്ഗീത പ്രതിപാദിച്ചിട്ടുള്ളത്. മൊത്തം എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 700 ശ്ലോകങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ മൊത്തം എത്ര ശ്ലോകങ്ങളുണ്ട്? 700 ശ്ലോകങ്ങളുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇല്ല 700 ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. എത്ര ഉപദേശ മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ചോദിക്കാം. എത്ര 3 ഉപദേശ മണ്ഡലങ്ങളുണ്ട്? ഏതൊക്കെയാണ്? കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം ഇങ്ങനെ 3 എന്താണ് ഉപദേശ മണ്ഡലങ്ങളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഭഗവത്ഗീത പ്രതിപാദിച്ചിട്ടുള്ളത്. മൊത്തം എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങളുണ്ട്. 700 ശ്ലോകങ്ങളുണ്ട്. എന്നാൽ ചില ബുക്കുകളിൽ 701 ശ്ലോകമായിട്ട് പറയുന്നുണ്ട്. അല്ല 701 ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് അർജുനന്റെ അടുത്ത് എന്ത് അർജുനൻ ചോദിക്കണം, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് ചോദിക്കുന്നതും ഒരു ശ്ലോകമായിട്ട് കണക്കാക്കി 701 ശ്ലോകമായിട്ട് പലതിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശമായിട്ട് പറയുകയാണെങ്കിൽ മൊത്തം എത്ര ശ്ലോകങ്ങളേ ഉള്ളൂ? 700 ശ്ലോകങ്ങളേ ഉള്ളൂ. അതൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ ഗീതോപദേശം പ്രത്യേകം ഓർത്തു വയ്ക്കണം. എന്താണ്? ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യഭാഗങ്ങളാണ് എന്ന് പറയുന്നത് ഗീതോപദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത്. അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണൻ തമ്മിലുള്ള സംഭാഷണം ആരാണ്? സഞ്ജയൻ പ്രതിപാദിക്കുന്നതായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. ഭീഷ്മപർവ്വത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗീതോപദേശം എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. മൊത്തം 3 ഉപദേശ മണ്ഡലം, 3 ഹെഡിങ് ആയിട്ട് 3 ഉപദേശ മണ്ഡലങ്ങളായ ഏതൊക്കെയാണ്? കർമ്മയോഗം, ജ്ഞാനയോഗം, അതേപോലെ എന്താണ്
ഭക്തിയോഗം എന്നിങ്ങനെ 3 ഉപദേശ മണ്ഡലങ്ങളിലായി 18 അധ്യായങ്ങളിലായിട്ടാണ് എന്ത് ഗീതോപദേശം പറഞ്ഞിട്ടുള്ളത്. മൊത്തം എത്ര ശ്ലോകങ്ങളുണ്ട്? 700 ശ്ലോകങ്ങളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ കാര്യം കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അതേപോലെ മേൽപ്പത്തൂർ, അടുത്ത ചോദ്യം നോക്കുക. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. എന്താണ് ചോദ്യം? എന്താണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തു വെക്കണം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ചന്ദനക്കാവാണ്. ആൻസർ ഏതാണ്? ചന്ദനക്കാവാണ്. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ എന്താണ് ചോദ്യം? എന്താണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ഏതാണ്? അത് ചന്ദനക്കാവ് ക്ഷേത്രമാണ്. അത് കറക്റ്റ് ഓർത്തു വെക്കണം. കാരണം ഇത് ചോദിച്ച ചോദ്യം എന്താണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണു ഗണപതി എന്ന ചിത്രം പടത്തിനാണ് എന്ത് ചെയ്യുന്നത്? നേദ്യം സമർപ്പിക്കുന്നത്. ആ ക്ഷേത്രം ചോദിച്ചാൽ അതേതാണ്? അത് ചന്ദനക്കാവ് ക്ഷേത്രമാണ്. ഈ ചന്ദനക്കാവ് ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ജില്ലയിലാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അപ്പൊ ചന്ദനക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. 18 മൂർത്തികൾ വാഴുന്ന ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? ചന്ദനക്കാവ് എന്ന് പറയുന്നത്. അപ്പൊ ചന്ദനക്കാവിന്റെ പ്രത്യേകത എന്താണ്? 18 മൂർത്തികൾ വാഴുന്ന ക്ഷേത്രം എന്നാണ് ഏത് അറിയപ്പെടുന്നത്? ചന്ദനക്കാവ് അറിയപ്പെടുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എട്ട് പിറക്കാൻ ചടങ്ങ് എന്ന് പറയും. എട്ട് പിറക്കാൻ ചടങ്ങ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിദ്ധമായ ഒരു ചടങ്ങാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ 7ാം മാസത്തിന്റെ അവസാനത്തോടെ സ്ത്രീകൾ ഇവിടെ ഈറ്റിലത്തമ്മയെ എന്ത് ചെയ്യുന്നു? കണ്ട് പ്രാർത്ഥിക്കുന്ന ചടങ്ങിനെ നമ്മൾ എന്ത് പറയുന്നത്? എട്ട് പിറക്കാൻ ചടങ്ങ് എന്ന് വെച്ചാൽ സുഖപ്രസവത്തിന് വേണ്ടി, അല്ലെങ്കിൽ സുഖപ്രസവം ആവാൻ വേണ്ടി ഇവിടുത്തെ ദേവിയെ ചെന്ന് എന്ത് 7ാം മാസത്തിന്റെ അവസാനത്തെ നമ്മൾ എന്ത് ചെയ്യാം? സ്ത്രീകൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്. ഈ ചടങ്ങിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എട്ട് പിറക്കാൻ ചടങ്ങെന്ന് വിളിക്കും. എട്ട് പിറക്കാൻ ചടങ്ങെന്ന് വിളിക്കും. ഇതാണ് ഗർഭകാലത്തിന്റെ 7ാം മാസം അവസാനത്തെ സ്ത്രീകൾ ഇവിടെ ഈറ്റിലത്തമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്ന ചടങ്ങിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എട്ട് പിറക്കാൻ ചടങ്ങെന്ന് വിളിക്കുന്നത്. അപ്പൊ ചന്ദനക്കാവ് ക്ഷേത്രമാണ്. ഇത് ഓർത്തു വയ്ക്കുക. ഏത് ജില്ലയെന്ന് ഓർത്തു വയ്ക്കുക? മലപ്പുറത്താണ്. 18 മൂർത്തികൾ വാഴുന്ന ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചന്ദനക്കാവ് എന്ന് അറിയപ്പെടുന്നത്. ചന്ദന മരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്ന ക്ഷേത്രമായിട്ടാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ചന്ദനക്കാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ആ കാര്യം കൂടെ ഒന്ന് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. അതിന്റെ വേറെ ഡീറ്റെയിൽ നോക്കേണ്ട. ജസ്റ്റ് ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. 18 മൂർത്തികൾ വാഴുന്ന ക്ഷേത്രം എന്നാണ് ഏത് അറിയപ്പെടുന്നത്? ചന്ദനക്കാവ് അറിയപ്പെടുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ചോദിച്ചാൽ ഏതാണ്? എട്ട് പിറക്കാൻ ചടങ്ങ് എന്നാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ ആൾറെഡി ഉള്ള പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് എന്താണ്? മഹാവിഷ്ണു ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചാലും ഏത് തന്നെയാണ്? അതും ചന്ദനക്കാവ് തന്നെയാണ്. അതൊന്നും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അവിടെയും ഗുരുവായൂരുണ്ട്, നാവാമുകുന്ദ ക്ഷേത്രമുണ്ട്, തളി ക്ഷേത്രമുണ്ട്. ഓക്കെ ആണല്ലോ. അല്ലെ? ആൻസർ പറയുന്നത് ഏതാണ്? ചന്ദനക്കാവാണ്. അടുത്ത ചോദ്യം നോക്കുക. ഇലങ്ങിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? ഇലങ്ങിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണെന്നാണ് ചോദ്യം. വടക്കുന്നാഥനുണ്ട്, പാറമേക്കാവുണ്ട്, വള്ളിയൂർക്കാവുണ്ട്, വടക്കുറമ്പക്കാവുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ 4 ഇലങ്ങിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഏത് ക്ഷേത്രത്തിന്റെയാണ്? അത് പാറമേക്കാവിന്റെയാണ്. ഓക്കെ ആണല്ലോ. ഇലങ്ങിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെയാണ്? അത് പാറമേക്കാവിന്റെയാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പൊ പാറമേക്കാവിന്റെ ജസ്റ്റ് 2 പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ തൃശ്ശൂർ പൂരം എന്നുള്ള ടോപ്പിക്ക് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തുതരാം? എടുത്ത് പറഞ്ഞുതരാം. അതേപോലെ ഗുരുവായൂർ ക്ഷേത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആ 2 ക്ഷേത്രങ്ങൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട. അതേപോലെ വൈക്കം, ഏറ്റുമാനൂര്, അതേപോലെ 2-3 ക്ഷേത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ. ശബരിമല, അതേപോലെ നമ്മുടെ പരബ്രഹ്മസ്വാമി ക്ഷേത്രം, ഇങ്ങനത്തെ കുറച്ച് ക്ഷേത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത്. അത് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് ഇതിന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ അതേപോലെ തൃശ്ശൂർ പൂരം അതേപോലെ തന്നെ പറഞ്ഞു നമുക്ക് എന്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം? പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നോക്കുക. ഇവിടെ ഇപ്പൊ ഇലങ്ങിത്തറ മേളം ഏത് ക്ഷേത്രത്തിന് വകയെന്ന് ചോദിച്ചാൽ ഏത് ക്ഷേത്രത്തിന് വകയാണ്? അത് പാറമേക്കാവ് ക്ഷേത്രത്തിന് വകയാണ്. അവിടെ പ്രത്യേകത ഓർത്തു വെച്ചോണം. 8 കൈകളോട് കൂടിയ എന്താണ്? 8 കൈകളോട് കൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. 8 കൈകളോട് കൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പാറമേക്കാവിലെ പ്രതിഷ്ഠ എന്നാണ്. അപ്പൊ അത് ഓർത്തു വെച്ചോണം. 8 കൈകളോട് കൂടിയ ശാന്ത സ്വഭാവത്തിലുള്ള എന്താണ്? ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പാറമേക്കാവിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഓരോ പ്രതിഷ്ഠയ്ക്ക് ഉത്സവവും പൂരവും വേലയും നടത്തുന്ന ഏക ക്ഷേത്രമാണ് പാറമേക്കാവ് എന്ന് പറയുന്നത്. ഓരോ പ്രതിഷ്ഠയ്ക്കും എന്ത് നടത്തുന്നുണ്ട്? ഉത്സവവും പൂരവും വേലയും നടത്തുന്ന ഏക ക്ഷേത്രമാണ് എന്ന് പറയുന്നത് പാറമേക്കാവ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം? വരും ക്ലാസ്സുകളിൽ നോക്കാം. അപ്പൊ പാറമേക്കാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓർത്തൊക്കെ 8 കൈകളോട് കൂടിയ ശാന്ത സ്വഭാവത്തിലുള്ള ശാന്ത സ്വഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പാറമേക്കാവിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഒരേ പ്രതിഷ്ഠയ്ക്ക് ഒരേ പ്രതിഷ്ഠയ്ക്ക് എന്താണ്? ഉത്സവവും പൂരവും വേലയും എന്ന് വെച്ചാൽ ഒരേ പ്രതിഷ്ഠയ്ക്ക് തന്നെ എന്തൊക്കെ നടത്താറുണ്ട്? ഉത്സവം നടത്താറുണ്ട്, പൂരം നടത്താറുണ്ട്, വേലയും നടത്താറുണ്ട്. ഓക്കെ ആണല്ലോ. ഈ 3 കാര്യങ്ങൾ നടത്തുന്ന ഏക ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? പാറമേക്കാവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. മൊത്തം നമ്മൾ എന്ത് 2 ക്ലാസ്സുകളിലായിട്ട് 10ഓളം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു?
ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദേവസ്വം പള്ളി ഇത് മലബാർ ദേവസ്വത്തിന്റെ എന്താണ് 108/2024 നടന്ന ക്ലർക്ക് എക്സാമിന്റെ ഒരു ചോദ്യമാണ്. അതിനകത്ത് 10 ചോദ്യങ്ങളാണ് എന്തുമായിട്ട് ചോദിച്ചത്, നമ്മുടെ ഈ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചത് ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി ക്ഷേത്രാചാരങ്ങൾ ഒരു 10 to 15 ചോദ്യം നമുക്ക് എന്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ക്ഷേത്രങ്ങളാണ് കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. പിന്നെ ഭഗവത്ഗീതയെ കുറിച്ച് ചോദ്യം വന്നു. അതേപോലെ നമ്മൾ എന്താണ് ക്ഷേത്രവാദ്യങ്ങളെ കുറിച്ച് ചോദ്യം വന്നു. അതേപോലെ ക്ഷേത്രത്തിൽ എന്താണ് കലയെക്കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒന്ന് നോക്കി വെക്കണം. ക്ഷേത്ര ആചാരങ്ങൾ നോക്കി വെക്കണം, ക്ഷേത്ര കലകൾ നോക്കണം, ക്ഷേത്രവാദ്യങ്ങൾ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഭഗവത്ഗീതയും വേദങ്ങളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.